കേരളത്തിലേതെങ്കിലും മുസ്ലിം പെണ്ണിന്റെ ദേഹത്ത് കൈവച്ചാൽ പ്രതിരോധിക്കുന്നത് അത് മുസ്ലിങ്ങളാവില്ല, കേരളത്തിലെ അഭിമാന ബോധമുള്ള ഹിന്ദു സ്ത്രീകൾ പ്രതിരോധിക്കും. സംശയമൊന്നും വേണ്ട. ഞാൻ ഹിന്ദു മതത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? ഞങ്ങള് ഒരു കേരളത്തില് സനാതന ധർമ്മം പഠിപ്പിക്കുന്നത് എല്ലാവരെയും സഹോദര തുല്യരായിട്ട് കാണണം. മതസ്പർദ്ധ പാടില്ല. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണം, സ്നേഹിക്കണം. ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഒരിക്കലും മുസ്ലിം സ്ത്രീകളുടെ ദേഹത്ത് കൈവയ്ക്കുക എന്ന് പറയുന്നത്, ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്നത് അത് നാണക്കേട് മുസ്ലിം സ്ത്രീകൾക്കല്ല. അത് ഈ കേരളത്തിന്റെ മഹത്തായ സംസ്കാരത്തിനാണ്. അങ്ങനെ പറയുന്ന അവർക്കൊരു ധാരണയുണ്ടാവും. ഗുജറാത്തിൽ നമ്മൾ കണ്ടു, ഗർഭിണിയായ സ്ത്രീയുടെ ഉദരത്തിലേക്കാണ് അവർ ശൂലം കുത്തിക്കയറ്റിയത്. മറവി നല്ലതല്ല കൂട്ടരെ, സഹോദരിമാരെ, മറക്കരുത്. മറവി നല്ലതല്ല. ഓർത്തുകൊണ്ടേയിരിക്കണം. അതാണ് സംഘപരിവാർ എന്ന് പറയുന്നത്. ഓർത്തുകൊണ്ടേയിരിക്കണം. അവർ പല 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 കളികളിലൂടെയും ഈ രാജ്യത്ത് ഉണ്ടാക്കിയ കലാപങ്ങളൊക്കെ മറന്നേക്കാൻ പറയും. ബാബറി മസ്ജിദ് എന്തിനാണ് ഇനിയും നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അതൊന്ന് മറന്നേക്കൂ. ഗുജറാത്ത് കലാപം മറന്നേക്കൂ. അമേരിക്കയിലെ എഡ്വേർഡ് സ്നോഡന്റെ കൈ പിടിച്ചു കുലുക്കി നരേന്ദ്രമോദി കൈ കൊടുത്തപ്പോ അമേരിക്കയിലെ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളും സാമൂഹിക പ്രവർത്തകരും ഒക്കെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്നോഡന് ഹാൻഡ് വാഷ് അയച്ചു കൊടുത്തു. ഒരു കുറിപ്പ് കൂടെ എഴുതിയിരുന്നു, ചോരമണമുള്ള കൈയാണത്, ആ കൈകളിൽ നിങ്ങൾ സ്പർശിച്ചിരിക്കുന്നു, അത് ദയവായി ഈ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നിങ്ങൾ കഴുകിക്കളയൂ. എന്താണ് ആ ചോര? ഗുജറാത്തിലെ കലാപത്തിലൂടെ ഞങ്ങൾ മറക്കില്ല. നരഭോജിയാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര വെള്ള പൂശാൻ ശ്രമിച്ചാലും സംഘപരിവാരങ്ങളെ, നരഭോജി തന്നെയായിരിക്കും. വേട്ടമൃഗം തന്നെയായിരിക്കും. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്രയോ കേസെടുത്തോളൂ, പാകിസ്ഥാനിലേക്ക് ടിക്കറ്റ് എടുത്ത് തന്നോളൂ. UR അനന്തമൂർത്തിക്ക് പാകിസ്ഥാനിലേക്ക് നിങ്ങൾ ടിക്കറ്റ് എടുത്തു കൊടുത്തു. നിങ്ങൾക്കെതിരെ പറഞ്ഞതുകൊണ്ട് നിങ്ങള് ഗോവിന്ദ പൻസാരെയും ധബോൽക്കറേയും ഒക്കെ നിങ്ങൾ കൊന്നുതള്ളി. നിങ്ങൾക്കെതിരെ പറഞ്ഞതുകൊണ്ട് KS ഭഗവാനോട് നിങ്ങൾ ആജ്ഞാപിച്ചു മിണ്ടിപ്പോകരുത്. നിങ്ങൾക്കെതിരെ പറഞ്ഞതുകൊണ്ട് ചേതനാ തീർത്ഥഹള്ളിയെ നോക്കി ബലാത്സംഗം ചെയ്തു കളയുമെന്ന് പറഞ്ഞു. അങ്ങ് JNUവിലെ ഉമർ ഖാലിദ് നിങ്ങളുടെ ഏകാധിപത്യ സംഘപരിവാരത്തിന്റെ ഭീകരതയെക്കുറിച്ച് മിണ്ടിയതുകൊണ്ട് ഉമർ ഖാലിദിന്റെ 2 സഹോദരിമാരെ ബലാത്സംഗം ചെയ്തു കളയുമെന്ന് പറഞ്ഞു. രോഹിത് വെമുലെ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ കൊന്നുകളഞ്ഞു. നജീബിനെ നിങ്ങൾ എവിടെയോ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല. ജുനൈദിനെ പെരുന്നാളിന്റെ തലേ ദിവസമല്ലേ സംഘപരിവാർ ദ്രോഹികളെ നിങ്ങൾ കൊന്നു തള്ളിയത്. മാംസം കഴിച്ചതിന്റെ പേരിൽ എത്രയെത്ര മുസ്ലിങ്ങളെയും ദളിതരെയും നിങ്ങൾ കൊന്നു തള്ളി. എത്രയെത്ര സ്ത്രീകളെ നിങ്ങൾ ബലാത്സംഗം ചെയ്തു. ഉത്തർപ്രദേശിൽ ശവക്കോട്ടകളിൽ നിന്ന് ശവക്കുഴികളിൽ നിന്ന് മുസ്ലിം സ്ത്രീകളുടെ ശവശരീരത്തെ വരെ എടുത്ത് ബലാത്സംഗം ചെയ്യാൻ പറഞ്ഞ യോഗിയുടെ പിൻതലമുറക്കാരാണല്ലോ ഈ പറഞ്ഞ രാധാകൃഷ്ണ പിള്ളയും കൂട്ടരും. അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. അതുകൊണ്ട് പറയുന്നു, സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ഉന്മൂലന പ്രത്യയശാസ്ത്രത്തെ, ആ പ്രത്യയശാസ്ത്രത്തെ ഉന്മൂലനം ചെയ്തേ മതിയാകുകയുള്ളൂ. അത് രാജ്യത്തിന് ആപത്താണ്. നിങ്ങൾ ഞങ്ങളെ വിളിക്കും രാജ്യദ്രോഹികൾ, ഇതാ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുന്നു എന്ന്. നിങ്ങൾ തരുന്ന രാജ്യദ്രോഹ പട്ടത്തിന് ഞങ്ങൾക്ക് പുല്ലുവിലയാണ് സംഘപരിവാരങ്ങളെ. കാരണം ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ കാൽനക്കിപ്പട്ടികളായ നിങ്ങളുടെ രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്കെന്തിനാണ്? ഗാന്ധിജിയുടെ കാലിൽ തൊട്ട് നമസ്കരിച്ച് നേരെ ഉയർന്നല്ലേ ആ നെഞ്ചിലേക്ക് വെടിയുതിർത്തത്? രാഷ്ട്രപിതാവിനെ നിങ്ങൾ കൊന്നു തള്ളിയത്? ആ നിങ്ങൾ എഴുതി തരുന്ന രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണോ?
ഗോഡ്സെയുടെ മൃതദേഹം, ഗോഡ്സെയുടെ ചിതാഭസ്മം ഇന്നും നിമഞ്ജനം ചെയ്യാതെ ഹിന്ദു മഹാസഭയുടെ ഓഫീസിനുള്ളിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ടില്ലേ? അതെന്തിനാ? മുസ്ലിങ്ങളില്ലാതെ സ്വച്ഛന്തമായി ഒഴുകുന്ന സിന്ധു നദിയിൽ നിമഞ്ജനം ചെയ്യാൻ ആണ് എന്ന് നിങ്ങൾ